Mesmerizing wedding collection. Tejaswini by Chungat Jewelry. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. യൂദാപുരം അടുക്കള പന്തലായി. നൂറുകണക്കിന് വീട്ടമ്മമാർ, പാചക തൊഴിലാളികളും ഇടവക സമൂഹം ഒത്തുചേർന്ന് വ്യാഴാഴ്ച ജനലക്ഷങ്ങൾക്ക് നേർച്ച സദ്യ ഒരുക്കും. സദ്യക്കുള്ള ചിട്ടവട്ടങ്ങളിൽ പങ്കാളിയാകുന്നത് ഒരു പുണ്യമായി കണക്കാക്കുകയാണ് ഇടവക സമൂഹം. ദേവാലയത്തിലെ തിരുനാൾ മഹോത്സവ ചടങ്ങുകൾക്കൊപ്പം തന്നെ നേർച്ചപ്പന്തലിലെ സദ്യവട്ട ഒരുക്കങ്ങൾക്കും മേൽനോട്ടം വഹിച്ച് ഓടി നടക്കുകയാണ് പള്ളി വികാരിയും റെക്ടറുമായ ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പള്ളി. ക്ഷീണിച്ചിട്ടില്ലല്ലോ, വെള്ളം വല്ലതാ കിട്ടി? ചായ കടി കിട്ടിയില്ലേ? ഉണ്ടാവാറില്ല. പ്രിയമുള്ളവരെ, വിശുദ്ധ യൂദാ തദേവൂസിന്റെ മക്കളായ വിശ്വാസികളായ എല്ലാവരും, നാനാജാതി മതസ്ഥരായ ഓരോരുത്തരുമാണ് ഇന്ന് ഇവിടെ ഈ ലക്ഷങ്ങളോളം വരുന്ന വ്യക്തികൾക്ക് ഭക്ഷണം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഒരുക്കത്തിൻ്റെ ദിവസമാണ്. നാളെ രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ നടക്കുന്ന കൂട്ടുതിരുനാളിലേക്ക് ഉള്ള വിഭവങ്ങൾ അരിയുകയും അത് പാചകം ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇതൊരു മറ്റൊരു ആഘോഷം കൂടിയാണ്. ഈ ഒരു ആഘോഷത്തിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാവരോടൊപ്പം നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. യൂദാശ്ലീഹായുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിയെത്തുന്ന എല്ലാവരെയും, ഒരുപോലെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന എല്ലാവരെയും ഈ സദ്യയിലേക്കും കൂട്ടുതിരുനാളിലേക്കും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാവരുടെയും സാഹോദര്യമാണ് ഈ കാണുന്നത്. ആ സാഹോദര്യത്തിലേക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. തൃപ്പൂണിത്തുറ സ്വദേശിയായ ആനന്ദ് പയ്യും സംഘവുമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നേർച്ച സദ്യക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്നത്. മറ്റെവിടെയും ദൃശ്യമാകാത്ത പൊതുജന പങ്കാളിത്തമാണ് യൂദാപുരം ഊട്ടുനേർച്ചയുടെ സവിശേഷതയെന്ന് ആനന്ദ് പൈ പറയുന്നു. പള്ളി സഹവികാരി ഫാദർ എബി ഫ്രാൻസിസ്, ഫാദർ മെർട്ടൻ ഡിസിൽവ, തിരുനാൾ കമ്മിറ്റി ഭാരവാഹികളായ ഹെർബർട്ട് ജെയിംസ്, ഒജി കിഷോർ, വില്യം പ്ലാസിഡ്, കിഷോർ പാപ്പാളി തുടങ്ങിയവരും നേർച്ചപ്പന്തലിൽ കർമ്മനിരതരാണ്. എല്ലാ വർഷവും യൂദാശ്ലീഹയുടെ പെരുന്നാളിന് ഞങ്ങൾ തലേദിവസം വന്ന് സദ്യക്ക് അരിയാറുണ്ട്. ഈ വർഷം ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വന്നിരിക്കുന്നു. പ്രത്യേക അനുഗ്രഹം ഞങ്ങൾ യൂദാശ്ലീഹ നൽകിയിട്ടുണ്ട്. വളരെ ഉപകാരപ്രദമായ ഒരു സന്ദേശമാണ് ഞങ്ങൾക്ക് യൂദാശ്ലീഹ തന്നിരിക്കുന്നത്. വളരെ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആദ്യമായിട്ട് വന്ന കാലം തുടങ്ങി എനിക്ക് യൂദാശ്ലീഹയുടെ അടുത്ത് ഈ പച്ചക്കറി അരിയാനായിട്ട് വരണമെന്ന് വലിയ ആഗ്രഹമാണ്. അതൊരു അനുഗ്രഹമാണ്. ഞാൻ എല്ലാ വർഷവും വരാറുണ്ട്. 2001 മുതൽ ഈ യൂദാശ്ലീഹയുടെ പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പിന്നെ മുടങ്ങാതെ നൊവേന കൂടി എനിക്കൊരു ഭവനം പണിയാൻ അല്ലാതെ ഞാൻ ആഗ്രഹിച്ചിരുന്നിട്ട് ഭയങ്കര തടസ്സമായിരുന്നു. യൂദാശ്ലീഹയുടെ നടയിൽ വന്ന് പ്രാർത്ഥിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു ഭവനം പണിയാനുള്ള ലോണൊക്കെ അനുവദിച്ച് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വീടിന് കല്ലിട്ട് 2002 ഞാൻ ഒരു പുതിയ വീട് പണിതു. എത്രയും വേഗം തന്നെ അതിൻ്റെ പണികളൊക്കെ പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചു. പിന്നെ എനിക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നോട് കാല് അങ്ങനെ കുമ്പിട്ട് ഒരു ജോലിയും ചെയ്യരുതെന്ന് പറഞ്ഞതാണ്. പക്ഷെ അന്ന് തുടങ്ങി ഇന്നവരെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ വന്നിട്ടില്ല. അല്ലാതെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈ നടയിൽ വന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെല്ലാം യൂദാശ്ലീഹയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി. ഇപ്പോഴും നന്ദിയുടെ കൃതജ്ഞതകൾ 1000 അർപ്പിക്കുന്നു. ഈ യൂദാപുരത്തെ ചെറിയൊരു കപ്പേളയായി തുടങ്ങിയിട്ട് അന്ന് തൊട്ട് നാള് വരെയും 26 വർഷം വരെയും ഞാൻ യൂദാപുരത്ത് സേവനം ചെയ്തതാണ്. എൻ്റെ പേര് അമ്മണി എസ്തപ്പാനോ മാവേലി. ഇത് 26ാമത്തെ വർഷമാണ്. ഞാളുടെ കൃപയാലെ ഒരുപാട് അനുഗ്രഹവും നേടിയവളാണ്. 1993 എൻ്റെ നടു തളർന്നു പോയതാണ്. യൂദാശ്ലീഹ പ്രാർത്ഥിക്കുകയും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തളർന്നു പോയതൊക്കെ മാറി ഇപ്പോൾ വളരെ സുഖമായി. അതിനുശേഷം പല അസ്വസ്ഥതകളും പല വിഷമങ്ങളും ബുദ്ധിമുട്ടുണ്ടായി. എന്നും 1993 തുടങ്ങി ഇന്ന് വരെ മിക്ക മാസങ്ങളിലും നൊവേനയിലും കുർബാനയിലും പങ്കെടുക്കും. എല്ലാ കൊല്ലത്തെ പെരുന്നാളുകളിലും പ്രതിസന്ധിയാകി ഇവിടെ വന്ന് സാധിക്കുന്ന സമയങ്ങളിലൊക്കെ വന്ന് സഹായിക്കുകയും കൂട്ടുസദ്യയിലൊന്ന് സഹായിക്കുകയും എല്ലാ പരിപാടികളിലും നമ്മൾ ബന്ധപ്പെടുകയും അങ്ങനെ എൻ്റെ 3 മക്കളും എൻ്റെ ഭാര്യയും ഈ യൂദാശ്ലീഹ എന്നും കടപ്പെട്ടിരിക്കുകയാണ്. മാതാവിൻ്റെയും കൃതജ്ഞത
നമുക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവദാസിലെ വളരെയധികം അനുഗ്രഹങ്ങൾ. എൻ്റെ മക്കളൊക്കെ പഠിച്ച് ഒന്നും പഠിക്കാനൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അതൊക്കെ പഠിച്ച് നല്ല നിലയിലേക്ക് മക്കളൊക്കെ ആയി. ഒരു മകള് വിദേശത്ത്, ഒരു മകനും വിദേശത്ത്, ഒരു മകളിപ്പോൾ നേഴ്സിംഗ് ജോലിക്കായി ചോദിച്ചിരിക്കുന്നു. അത് വിശുദ്ധ യുവദാസിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ വളരെയധികം വിശ്വസിക്കുന്നു. അമ്മയ്ക്കും നന്ദി. നമ്മുടെ തീർത്ഥാടനകേന്ദ്രമായ അങ്കമാലി തീർത്ഥാടനകേന്ദ്രമായ എല്ലാ വർഷവും നമ്മുടെ നേർച്ചയ്ക്കുള്ള സദ്യക്കുള്ള പച്ചക്കറി അരിയാൻ എല്ലാ വർഷവും വരുന്നുണ്ട്. അനുഗ്രഹം പ്രാപിക്കാറുണ്ട്. എല്ലാവർക്കും തീർത്ഥാടന എല്ലാവരുടെ മംഗളാശംസ നേരുന്നു. ഞങ്ങളിവിടെ എല്ലാ കൊല്ലവും വരാറുണ്ട്. ഒത്തിരി വർഷങ്ങളായി യുവദാസിയുടെ പച്ചക്കറികൾ അരിയാനും ഇതിൽ പങ്കെടുക്കുവാനും ഞങ്ങൾക്ക് നല്ലൊരു എനർജിയാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ യാതൊരു വക ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ എന്ത് വിചാരിച്ച് ആണ് ഇതിൽ അറിയാൻ വന്നതെന്ന് വെച്ചാൽ അത് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. യുവദാസിലിയ ഞങ്ങളെ വിളിക്കുകയാണ്, മക്കളെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഞങ്ങൾ അതനുസരിച്ച് വന്നിട്ടുണ്ട്. ഈ വന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരുടെ വീട്ടിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. MV Jacko Jewelers, Angamali.